കെ.പി. യോഹന്നാന്റെ പൈശാചിക സഭ ആസ്ഥാനത്ത് മതം മാറ്റി മനുഷ്യക്കടത്ത് നടത്തി പാർപ്പിച്ചിരിക്കുന്നത് 1000-ൽ പരം ഉത്തരേന്ത്യൻ യുവതികളെ. കത്തോലിക്ക സഭയിലെ 2 മടത്തിലമ്മമാരെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ചുമത്തി അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ സകല ചെറുതും വലുതുമായ കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളി കച്ചവട കേന്ദ്രങ്ങളിലെ പ്രതിനിധികൾ വായ്മൂടിക്കെട്ടിയുള്ള പ്രതിഷേധത്തിൽ ഇന്നലെ പങ്കെടുത്തിരുന്നു. എന്നാൽ എവിടെ ചെണ്ടപ്പുറത്ത് കോലു വീണാലും അവിടെയെല്ലാം കയറി ചെല്ലുന്ന സർവ്വവ്യാപി എന്നറിയപ്പെടുന്ന കെ.പി. യോഹന്നാന്റെ പൈശാചിക പ്രസ്ഥാനമായ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിലെ സിൽവാനോസ് എന്ന പഴയ IPC പാച്ചർ ജോജുവിനെ മാത്രം എവിടെയും കണ്ടില്ല. കാരണമുണ്ട്. ഇന്ത്യയിൽ കെ.പി. യോഹന്നാന്റെ പൈശാചിക പ്രസ്ഥാനത്തിന്റെ അടിവേരിളക്കിയത് BJP സർക്കാരാണ്. BJP സർക്കാരാണ് ഇവരുടെ സകല FCRA അക്കൗണ്ടുകളും മരവിപ്പിച്ചത്. BJP സർക്കാരിനെ പേടിച്ചാണ് മീശയും പഠിച്ച് ജുബയും ഇട്ട് കൈകുട്ടിപ്പാട്ടുമായി നടന്നിരുന്ന കടപ്പിലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്താ കെ.പി. യോഹന്നാൻ അടക്കം ഇരുട്ടി വെളുത്തപ്പോൾ പേരുമാറ്റി മോറാൻമാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ എന്ന പേരുമാറ്റി നൈറ്റിയുമിട്ട് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്നൊരു തട്ടിക്കൂട്ട് പൗരോഹിത്യ സഭ ഉണ്ടാക്കിയത്. അങ്ങനെ കാജാപിടിയും വലിച്ചു നടന്ന താറാവ് യോനച്ചൻ പൂക്കന്ന് മെത്രാപ്പൊലിത്ത അത്തനേഷ്യസ് പ്രഥമനായി മാറി. ED-യെ പേടിച്ച് തൻ്റെ സ്വത്ത് സംരക്ഷിക്കുവാൻ ഒരു പെന്തക്കോസുകാരൻ പൗരോഹിത്യ സഭയുണ്ടാക്കിയത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടായിരുന്നു. പൗരോഹിത്യ സഭയുണ്ടാക്കിയപ്പോൾ നൈറ്റ് ഇടിയിപ്പിച്ച് പാതിരിമാരും കന്യാസ്ത്രീകളും മെത്രാന്മാരുമാകാൻ ആളുകളെ വേണം. മറ്റുള്ള തീവട്ടി സഭകളിൽ കൂദാശപ്പണിക്കാരാകാൻ മിനിമം വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും വേണം. കുടുംബത്തിൽ പിറന്നവരാരും താറാവ് യോനച്ചൻ്റെ പ്രസ്ഥാനത്തിൽ ചെല്ലാത്തതിനാൽ മൈക്കാട് പണിക്കും ടാറ് പണിക്കും CC പിടിക്കാൻ നടന്നവന്മാരെ എല്ലാം പിടിച്ച് പൂച്ചാണ്ടി വേഷം പിടിപ്പിച്ചു മെത്രാന്മാരും അച്ഛന്മാരുമാക്കി. പ്ലം കേക്ക് പോലൊരു തൊപ്പിയും ഇവന്മാർക്ക് വെച്ചു കൊടുത്തു. കൂലിപ്പണി ഒരു മോശം പണി എന്ന അർത്ഥത്തിലല്ല ഞാൻ ആദ്യമേ പറഞ്ഞത് കേട്ടോ. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്നും ഇവരുടെ മടത്തലമ്മ പരിപാടിക്ക് ആരെയും കിട്ടാത്തതിനാൽ കെ.പി. യോഹന്നാൻ ചെയ്തത് അങ്ങ് വടക്കേ ഇന്ത്യയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് എന്നും പറഞ്ഞ് ഏജന്റുമാരെ അയച്ചു. പ്രധാനമായും ഒറീസ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശിലെ ചില ട്രൈബൽ ഏരിയകൾ തുടങ്ങിയ മേഖലകളിൽ നിന്നും ഹൈന്ദവമതത്തിൽപ്പെട്ട അവിടുത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാധു കുടുംബാംഗങ്ങളെ, കാണാൻ സ്വല്പം സൗന്ദര്യമുള്ള പെൺകുട്ടികളെ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് തിരുവല്ലയിൽ കൊണ്ടുവന്ന് അവിടെയുള്ള ഒരു തീട്ടക്കുളത്തിൽ മുക്കിയെടുത്ത് ക്രിസ്ത്യാനിയാക്കി മാറ്റി മടത്തിലമ്മയാക്കി. അവരുടെ എല്ലാം ആധാർ കാർഡുകളിൽ ഇപ്പോഴും ശശികല, കുസുമം എന്നൊക്കെ തന്നെയാണ്. പലതിനും 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ല. ഹൈന്ദവ സമുദായത്തിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ഇവരെ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കി കന്യാസ്ത്രീ എന്നും പറഞ്ഞ് ഇതുപോലെ വേഷം കെട്ടിച്ച് നിർത്തിയിരിക്കുന്നത് പ്രധാനമായും ഏതാണ്ട് 10-350 ഏക്കർ വരുന്ന തിരുവല്ലയിലെ ബിലീവേഴ്സ് ആസ്ഥാന മന്ദിരത്തിലെ സകല ചെകിടി വേലകൾ ചെയ്യാനും പുറംപണികൾ ചെയ്യാനും ആശുപത്രിയിലും ഹോസ്റ്റലുകളിലും വീടുകളിലുമുള്ള അടുക്കളപ്പണി ചെയ്യിക്കാനും ട്രോളി തള്ളാനും ഒക്കെയാണ്. ഇവർക്ക് രാവിലെ മുതൽ മാട് പോലെ പണി ചെയ്താൽ കൊടുക്കുന്നത് 5000 രൂപയാണ്. ഇത്തരം 1000-ഓളം പേർ തിരുവല്ലയിലെ വിവിധ ബിലീവേഴ്സ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ക്രൈസ്തവവൽക്കരണം എന്ന കൊള്ളയ്ക്കായി കെ.പി. ഉണ്ടാക്കിയ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടനയുടെ ഒരു വെബ്സൈറ്റാണിത്. ഇത് നമുക്ക് ഇന്ത്യയിൽ നിന്നും ആക്സസിബിൾ അല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് കാണുവാൻ സാധ്യമാണ്. ഇതിൽ ഇത്തരം മടത്തലമ്മ വേഷം കെട്ടിയ പെൺകുട്ടികളുടെ ഫോട്ടോ ഇട്ട് ഇവർ സ്പോൺസർ ചെയ്യുവാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞ് പ്രതിമാസം ഓരോരുത്തർക്കു വേണ്ടിയും ഡോളറുകൾ പിരിക്കുന്നു. ഇവരെ ഇവിടെ മാടുപോലിട്ട് പണി ചെയ്യിക്കുന്നു. മാസം അതിന് 5000 രൂപ പ്രതിഫലമായും കൊടുക്കുന്നു. ഏജന്റുമാരാണ് ഇവരെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നത്. ഇതൊന്നും ഇവിടുത്തെ ഒരു ഏജൻസിയും കണ്ടതായി ഭാവിക്കുന്നില്ല. BJP സർക്കാർ ആദ്യം ഇവരുടെ FCRA അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ED റെയ്ഡുകൾ നടത്തുകയും ഒക്കെ ചെയ്തെങ്കിലും ഇന്ന് ഇവരുമായി സെറ്റിൽമെന്റ് ഉണ്ടാക്കി. കേരളത്തിലെ അടക്കം BJP നേതാക്കന്മാരുടെ ഏറ്റവും വലിയ ഫണ്ടിങ് സോഴ്സാണ് ബിലീവേഴ്സ് ചർച്ച്. പല BJP നേതാക്കളുടെ മക്കൾ പോലും ഇവിടെ ഫീസ് പോലും ഇല്ലാതെ പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. സകല പാർട്ടികളും ഇവിടെ നിന്ന് ഫണ്ട് കൈപ്പറ്റുന്നു. അതുകൊണ്ട് ഒരുത്തനും ഇതൊന്നും മിണ്ടില്ല, അതിനുള്ള ഉറപ്പില്ല. RSSനോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ കേരള സർക്കാരിനോ അനധികൃതമായി മതപരിവർത്തനം നടത്തി മനുഷ്യക്കടത്ത് നടത്തി ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന ഈ യുവതികളെ രക്ഷിക്കുവാൻ സാധിക്കുമോ? മിനിമം വേതനമെങ്കിലും ഇവർക്ക് കൊടുപ്പിക്കുവാൻ സാധിക്കുമോ? ഈ കേരളത്തിൽ, ഈ തിരുവല്ലയിൽ ഇത്രയും വലിയ മനുഷ്യക്കടത്തും മതം മാറ്റലും ചൂഷണവും ഒക്കെ നടന്നിട്ട് ഛത്തീസ്ഗഡിൽ 2 മടത്തലമ്മമാരെ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് നിലവിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിലൊരു പെൺകുട്ടിയെ ഒരു ബിഷപ്പ് ഗർഭിണിയാക്കുകയും ഗർഭചിത്രം നടത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും പക്ഷേ പുറം ലോകം അറിഞ്ഞിട്ടില്ല. അതിലെല്ലാം തമാശ ഇവരുടെ മദർ സുപ്പീരിയർ 2 കുട്ടികളുടെ അമ്മയാണ്. മരിച്ചുപോയ ഇവരുടെ ഒരു പാതിരി സണ്ണിയുടെ ഭാര്യയാണ് 2 മക്കളുള്ള
ഈ കന്യാസ്ത്രീ മഠം അധിപ KP യോഹന്നാനെ തട്ടിക്കളഞ്ഞ് ആ ട്രസ്റ്റുകൾ മെർജ് ചെയ്യിക്കുവാനുള്ള അണിയർപ്പണികൾ ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേന്ദ്ര സർക്കാർ ഫ്രീസ് ചെയ്തിരിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപ ലഭിക്കണമെങ്കിലും BJP സർക്കാർ കനിയണം. അതുകൊണ്ട് കന്യാസ്ത്രീ വിഷയത്തിൽ മൗനം പാലിക്കുന്നതല്ലേ നല്ലത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.